യെസ്, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു വിജയത്തിൻ്റെ സന്തോഷമായിട്ട് എല്ലാവരും ഒരു 1K ലൈക്കിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക. യെസ്, നമുക്കറിയാം ആന്ദ്രേ ചെർണിഷോവ് മുഹമ്മദ് അനസിൻ്റെ കോച്ചാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വായിൽ ചെറിയ സർജറി കഴിച്ചിട്ടിരിക്കുകയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ആണ് സംസാരിക്കുമ്പോൾ. സോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അദ്ദേഹം പറയുന്നത് കൺഗ്രാജുലേഷൻസ് എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് അവർ ഇത്രയും നാൾ വിജയിക്കാതിരുന്നത് എനിക്കറിയില്ല, എന്തൊക്കെയോ ബാഡ് ലക്കാണ്. അവരുടെ ടീമെന്ന് പറയുന്നത് ഭയങ്കര നല്ല ടീമാണ്, ഭയങ്കര സ്ട്രോങ് പ്ലേയേഴ്സാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോലും നല്ല പ്ലേയേഴ്സുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മുഹമ്മദ് അനസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അത്ര ടോപ്പ് പ്ലേയേഴ്സൊന്നും ഇല്ല. സോ എന്തായാലും അതുകൊണ്ട് അവർക്കൊരു സ്ട്രോങ് ടീമുണ്ട്, അതുകൊണ്ട് അവർ വിജയിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഭാസ്കർ റോയ് അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടുകയാണ്. എന്തായാലും ആ ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഇങ്ങനെ ഒരു മാച്ചുകളിൽ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആന്ദ്രേ ചെർണിഷോവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഒരു പ്രൊമോട്ട് ചെയ്ത് വന്നിരിക്കുന്ന ടീമാണ്. പ്ലേയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കസിമോവും അതുപോലെ ഗോമസും ഒക്കെ അത്യാവശ്യം നല്ല കളിക്കാരാണ്, ഫ്രാങ്കി നല്ല കളിക്കാരാണ്. പിന്നെ എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് പിടി കിട്ടുന്നില്ല. ഒരു പക്ഷേ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പ്രശ്നമായിരിക്കാം, ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ചു സീസണിൻ്റെ തുടക്കത്തിൽ ഇവർ നല്ലൊരു, അതായത് പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമുകളിൽ ഏറ്റവും മികച്ചൊരു ടീമായി മാറുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. ബട്ട് അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. വളരെ മോശം ഒരു പെർഫോമൻസാണ് മുഹമ്മദ് അനസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.